നല്ല പിങ്ക് നിറത്തിലുള്ള പാൽപ്പായസം കുക്കറിൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് കുക്കറിൻ്റെ അകത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുക്കുക. 5 ലിറ്റർ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ആദ്യം കുക്കറിൻ്റെ അകത്ത് ഒരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിൻ്റെ താഴെ വയ്ക്കുന്ന പ്ലേറ്റും കൂടെ വയ്ക്കുക. അപ്പോൾ കുക്കറിൻ്റെ താഴെ വയ്ക്കുന്ന പ്ലേറ്റ് ഇല്ലെങ്കിൽ സാധാരണ ചെറിയൊരു പ്ലേറ്റ് വെച്ചാലും മതി. ഇനി പായസം തയ്യാറാക്കാനായിട്ട് 3/4 ഗ്ലാസ് ചമ്പ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കുക. ഇനി 1.25 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. തിളപ്പിച്ച പാലാണ്. അത് കുക്കറിൻ്റെ അകത്ത് വയ്ക്കുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പഞ്ചസാര ചേർക്കാം. അപ്പം 1.25 ഗ്ലാസ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1.25 തൊട്ട് 2 ഗ്ലാസ് വരെ പഞ്ചസാര ഇതിൽ ചേർക്കാവുന്നതാണ്. പഞ്ചസാര ചേർത്തിട്ട് അരി ചേർക്കുകയാണെങ്കിൽ വേകുമോ എന്നൊരു സംശയം എല്ലാവരും ചോദിക്കുന്നുണ്ട്. പഞ്ചസാര നന്നായിട്ട് അലിയിപ്പിച്ചതിന് ശേഷം അരി അതിലേക്ക് പകർന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. കുക്കറിൽ വയ്ക്കുന്ന ഈ രീതിയിൽ പായസം വയ്ക്കുകയാണെങ്കിൽ അരി നല്ലോണം വെന്ത് കിട്ടും. അരി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. കൂടെ 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുക. വെള്ളം ചേർക്കുന്നത് അതിൻ്റെ കളറ് നന്നായിട്ട് ഡാർക്കായിട്ട് കിട്ടാനായിട്ടാണ് വെള്ളം ചേർക്കുന്നത്. തവിയോടുകൂടെ തന്നെ കുക്കറിൻ്റെ അകത്തേക്ക് ആ പാത്രം നമുക്ക് മാറ്റാം. ഇപ്പോൾ ആ പാത്രം ഒരു ചെറിയ ദ്വാരമുള്ള ചിപ്പിൽ പോലെ വെച്ച് അടയ്ക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ അടയ്ക്കുക. സാധാരണ പ്ലേറ്റ് ആണെങ്കിൽ തവി ഒന്ന് പുറത്തേക്ക് വെച്ചിട്ട് പ്ലേറ്റ് വെച്ച് ഇതുപോലെ അടച്ച് വയ്ക്കുക. പാല് പൊങ്ങി പുറത്തേക്ക് വരാതിരിക്കാനാണ്. കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ആദ്യത്തെ വിസിൽ വന്നിട്ട് ഏറ്റവും ചെറിയ തീയിലാക്കിയിട്ട് ഒരു 45 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക. ചെറിയ തീയിലാക്കുമ്പം പിന്നെ വിസിൽ വരേണ്ട കാര്യമില്ല. ആ ചെറിയ തീയിലിരുന്ന് തന്നെ അത് വെന്തോളും. നന്നായിട്ട് പ്രഷർ താഴ്ന്നതിന് ശേഷം അരമണിക്കൂർ മാറ്റി വയ്ക്കുക. എന്നിട്ടാണ് ഇപ്പോൾ കുക്കർ തുറന്നിരിക്കുന്നത്. നല്ലോണം ഇളക്കി ഇതുപോലെ പായസം നമുക്ക് കറക്റ്റ് നല്ല ഡാർക്ക് പിങ്ക് കളറിൽ കിട്ടും. ഇനിയും ചമ്പ പച്ചരി ഇല്ലെങ്കിൽ സാധാരണ ബാസ്മതി അരി വെച്ച് തന്നെ നമുക്ക് ഈ പായസം തയ്യാറാക്കാം. ഈ രീതിയിൽ തയ്യാറാക്കുമ്പോൾ ഞാനിപ്പോൾ 1.25 ഗ്ലാസ് പഞ്ചസാര ചേർത്താണ് തയ്യാറാക്കിയിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പഞ്ചസാര കുറച്ച് ചേർക്കുകയാണെങ്കിൽ കളറ് ശകലം ഡാർക്ക് പിങ്ക് കിട്ടത്തില്ല, കുറച്ച് ലൈറ്റ് കളറിലായിട്ട് കിട്ടും. അല്ലെങ്കിൽ പഞ്ചസാര 2 ഗ്ലാസ് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഡാർക്കായിട്ട് കിട്ടും. അപ്പോൾ ഇത് ബാസ്മതി റൈസ് വെച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അരി നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഒന്നും കൂടെ കുറുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്യാസിൽ വെച്ച് തിളപ്പിച്ചാൽ മതി. 2 അരി വെച്ചും നമുക്കിതുപോലെ പാൽപ്പായസം തയ്യാറാക്കി എടുക്കാം.